ഞാൻ വീഡിയോ അവസാനിപ്പിച്ചതായിരുന്നു. അപ്പോൾ ആ ലസിത ചേച്ചീൻ്റെ ഒരു വോയിസ് അതും കൂടി കേട്ടേക്കാം. ഞാൻ വിളിച്ചു നോക്കണ്ടിട്ടല്ല ഞാൻ നമ്പർ വാങ്ങിയത്. എനക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. തോൽക്കാൻ പിന്നെ സമയം ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയുന്നുണ്ടല്ലോ ഏതോ ഒരു RSS കാരൻ വിളിച്ചോ, നീ BJP കാരൻ വിളിച്ചോ എന്നല്ല. നിനക്ക് നീ ഒറ്റത്തന്തൊക്കെ ജനിച്ചാണെങ്കിൽ നീ ആ ഫോൺ നമ്പർ എടുത്തിടുക. ഏത് BJP കാരനാണോ അല്ലെ ഏത് സംഘത്തിലെ ആൾക്കാരാണോ നിന്നെ വിളിച്ചത് എന്നുള്ളത് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഫോൺ നമ്പർ, എന്റെ നമ്പർ നിനക്കറിയാലോ, നമ്പർ എടുത്തിടുക. ഒരു ചുമതലയുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ ആരാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നും അറിയാലോ. അപ്പൊ തീർച്ചയായിട്ടും കേട്ടല്ലോ. ധൈര്യമുണ്ടെങ്കിൽ നമ്പർ. ഗുഡ് മോർണിംഗ് ഗൈസ്. ജസ്റ്റ് പെയ്യുന്നിട്ടതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് എഴുന്നേറ്റ സമയത്ത് എല്ലാവരെപ്പോലെ ഞാനും മൊബൈലാണ് നോക്കാറ്. അപ്പം ദേ കിടക്കുന്നു നമ്മുടെ തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ അടുത്ത വെല്ലുവിളി. ധൈര്യമുണ്ട് നമ്പർ അയച്ചു കൊടുക്കാൻ. എന്താ അമ്മായിയെ, എനിക്ക് ധൈര്യം ഉണ്ടേ നമ്പർ അയച്ചു തരാം. ആദ്യം നമ്പർ അയച്ചു കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അതല്ലേ ഒരു ലത്. പാർട്ടിയുടെ ചുമതലയുണ്ടോ, പാർട്ടിയുടെ ഉണ്ടോ, ചേച്ചിക്ക് വേണ്ടിയിട്ട് കുനിഞ്ഞു തന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ലസിത അമ്മായി, ഞാൻ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ലസിത അമ്മായിക്ക് അതുകൊണ്ട് നമ്പർ ഞാൻ അങ്ങ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി അമ്മായി ഓലും തമ്മിൽ തീരുമാനിച്ചോട്ടെ. പിന്നെ നിൻ്റെ പുള്ളച്ചേച്ചിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് വേണം ജസ്റ്റിനെ കൊന്നതിൻ്റെ മാതിരി എന്നെയും കൊന്നെങ്ങാൻ എൻ്റെ കെട്ടിയോനെയും തട്ടിയെടുത്ത് എൻ്റെ മക്കളെയും കൊന്നിട്ട് ഒക്കെ ജീവിക്കാൻ. അതിനല്ലേ പുള്ള നീ കളിക്കുന്നത്? ജസ്റ്റിനെ കൊന്നതോ കൊന്ന്, എന്നിട്ടിപ്പം ലിവിങ് ടുഗദറായിട്ട് നീയാം തണലിനു താഴെ ഞാൻ. ബാക്കി എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. ഇന്ന് ഇടുന്നത് ആർക്ക് കാണാനാ? നിൻ്റെ പഴയ കെട്ടിയോന് കാണാനാണോ? നീയൊക്കെ ഭയങ്കര പവിത്രത, മറ്റേ ഒരു സിനിമയിൽ തന്നെ ഉണ്ട്, ചാരിത്രവതി എന്ന് പേരും, എന്നിട്ടോ MLAൻ്റെ കൂടെ കിടപ്പും. അതേപോലെയാ ഈ പുള്ളച്ചേച്ചിയൊക്കെ ഭയങ്കര ചരിത്രവതിയാണ്. പക്ഷെങ്കിൽ കയ്യിലിരിപ്പോൾ 3.5 വയസ്സുള്ള കൊച്ചിനെ ഇട്ടേച്ച് ജസ്റ്റിൻ എന്ന പയ്യൻ്റെ കൂടെ ഒളിച്ചോട്ടം, ഫ്ലാറ്റ് എടുത്ത് താമസം. ജസ്റ്റിൻ എന്താക്കി? പുള്ളച്ചേച്ചിയുടെ പല കളികളും അങ്ങ് പിടിപ്പിച്ചു. അപ്പം ബാക്കിയുള്ള കാമുകന്മാരോട് പറഞ്ഞു, ദേ ജസ്റ്റിൻ തീർത്തേക്കാൻ. അങ്ങനെ തീർത്ത് പോലീസുകാർക്ക് വേണ്ടത് എന്താണ്? പ്രതികളെയാണ്. അതിനുള്ള പ്രതികളെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പുള്ളച്ചേച്ചി. പക്ഷെ ആ പ്രതികളെ ഇറക്കി കൊടുക്കുമെന്ന് വാക്കും കൊടുത്തായിരുന്നു. അത് കൊടുത്തില്ല പുള്ളച്ചേച്ചി. അങ്ങനെ ഇപ്പതേ നീയാം തണലിനു താഴെ. അല്ല പുള്ളേ, നിൻ്റെ ആ കുഞ്ഞു പുള്ള അവിടെ പോയി? അന്ന് നീ ഇട്ടേച്ച് പോയപ്പോൾ 3.5 വയസ്സുള്ള, ഇപ്പം ഏകദേശം ഒരു +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നതായിരിക്കും. കൂടെ ഉണ്ടാവാറുണ്ടോടെ? ഇതിൽ വല്ല കൊച്ചുങ്ങളും ഉണ്ടോടെ? പുള്ളൻ്റെ നിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നിൻ്റെ വണ്ടീൻ്റെ പെട്രോൾ തീർന്നതെന്നല്ലാതെ ഒരു ഗുണാപ്പും ഉണ്ടായിട്ടില്ല. ഏതായാലും ചേച്ചിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ടല്ലോ. എനിക്ക് സമയമില്ല ചേച്ചി, എനിക്കങ്ങ് മലബാർ ഗോൾഡ് പോകാനുണ്ട്. ഞാൻ അവിടെ നിർദ്ദേശിച്ച് ചെയിനേ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഞാൻ മാനേജറെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്ന് അവിടെ കൊണ്ടുവച്ചെല്ലാൻ. അപ്പോൾ ഇതൊന്ന് അവിടെ കൊണ്ടുവച്ചെല്ലണം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതുകൊണ്ട് എനിക്കും സമയമില്ല. അപ്പോൾ ചേച്ചി ഏതായാലും തോൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ. ജീവിതത്തിൽ എവിടെയും തോൽക്കാത്ത ആള് ഇലക്ഷനും തോൽക്കാൻ പാടില്ല കേട്ടോ അമ്മായിയെ. കേട്ടോ, ഒരിക്കലും തോൽക്കാൻ പാടില്ല. ജീവിതത്തിൽ എല്ലായിടത്തും ജയിച്ച്. അല്ലേ അമ്മേ, നിങ്ങൾ വീട് മാറിയെന്ന് പറഞ്ഞല്ലോ. CPMകാരും
മറ്റേ കോൺഗ്രസ്സുകാരൊക്കെ ബോംബെറിഞ്ഞതിനാൽ ചേച്ചി ഏതോ വീട് മാറിയെന്നൊക്കെ. അല്ലാതെ പഴയ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ വീട് മാറ്റം ട്രാൻസ്ഫർ കിട്ടിയതല്ല. മുട്ടൻ്റെ അടുത്ത് വന്നതിന് ശേഷമുള്ള ട്രാൻസ്ഫർ അല്ല ഈ വീട് മാറ്റം എന്ന് പറയുന്നത്. അതും കിടക്കുന്നു CPM-മാർക്കും കോൺഗ്രസ്സുകാർക്കും തലയിലേക്ക് ഇട്ട്. എന്നാ ചെയ്യാനാ അമ്മ. ഏതായാലും ജസ്റ്റിനെ കേസ് കൊടുപ്പിക്കാൻ നടപ്പിക്കാതെ പോയിട്ട് ജയിച്ച് കാണിക്ക്. തോൽക്കാൻ വേണ്ടി ജനിച്ചൊരു ജന്മമായിപ്പോയല്ലോ എൻ്റെ തള്ളയെങ്ങി. വിഷമമുണ്ട് എനിക്ക്, ഒരുപാട് വിഷമമുണ്ട്. കുറച്ചൊന്നുമില്ല, ഉള്ളി സങ്കടമുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ. ലസിതക്കാരും വോട്ട് ചെയ്യരുത്. അല്ല സോറി, ലസിതക്കെല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ ലസിത പാലക്കൽ, കുട്ടിമാക്കൂർ 21-ാം പഞ്ചായത്തിൽ മത്സരിക്കുന്നു. പഞ്ചായത്തല്ലല്ലോ, മുനിസിപ്പാലിറ്റിയാണല്ലേ. മത്സരിക്കുന്നു. തോറ്റ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയപ്പെടാൻ ആഗ്രഹമുണ്ടാവില്ലേ? ഉണ്ടാവും. നാളെ ഒരിക്കൽ ഈ ലസിത പാലക്കൽ ആരാന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിമാക്കൂർ 21-ാം വാർഡിൽ തോറ്റ മത്സരാർത്ഥിയില്ലേ, അങ്ങ് താമരയ്ക്ക് വേണ്ടിയിട്ട്, അതാന്ന് പറയാം. ഏതായാലും ഒരു കാര്യത്തിൽ ഭയങ്കര ബസമ്മ. എന്താണെന്നറിയോ, എല്ലാ BJPക്കാരും വേണ്ട, എൻ്റെ നാട്ടിലുണ്ട് കുറേ BJPക്കാർ. അവരൊക്കെ നമ്മുടെ വീട് കയറി ഇറങ്ങിയതാണ്. എല്ലാവരുടെ കൂടെയും മിനിമം ഒരു 10-12 ആൾക്കാരെങ്കിലും കാണും. ഈ ലസീത ഇടുന്ന ഓരോ വീഡിയോസിലും അല്ലെങ്കിൽ ഓരോ സ്റ്റാറ്റസിലും 1-2 പേര്, അത്രേ ഉള്ളൂ. ഇവർക്കൊക്കെ അറിയാം എന്തായാലും തോൽക്കും. തോറ്റാലും ഉളുപ്പും മാനവും ഇല്ലാത്ത ഒരാളെ വേണമല്ലോ അവർക്ക് കണ്ടുപിടിക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനും. അല്ലെങ്കിൽ മോശമല്ലേ. അമ്മായി എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താണെന്നും കൂടി ഒന്ന് നോക്കിയേക്കാം. ഓ, താങ്ക്സ് അയച്ചതാണ് ലസിത അമ്മായി. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളങ്ങ് വിളിച്ചു നോക്കി കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ലസിത അമ്മായിക്കും അല്ല, തോൽക്കാൻ വേണ്ടിയിട്ട് BJP തിരഞ്ഞെടുക്കപ്പെട്ട ഈ അമ്മായിനോട് എനിക്ക് പറയാനുള്ളത്, ജയിച്ചിട്ട് വരൂ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ് പറയാനേ. നമുക്ക് കാണാട്ടോ. അപ്പോൾ ഇനി അറിയപ്പെടുന്നത് 21-ാം വാർഡിൽ കുട്ടിമാക്കോറിൽ തോറ്റ സ്ഥാനാർത്ഥിയായ ലസിത പാലക്കൽ. പിന്നെ പുള്ളച്ചേച്ചി, ജസ്റ്റിൻ്റെ കേസൊന്ന് കഴിഞ്ഞോട്ടെ. പുള്ളച്ചേച്ചി ഹൈക്കോർട്ടിലേക്ക് അല്ല സുപ്രീം കോടതിയിലേക്ക് എന്നെക്കുറിച്ച് പരാതി കൊടുത്തതല്ലേ. സുപ്രീം കോടതി എന്നെ എന്താ പറയുക, തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പറ്റിയൊന്നുമില്ലല്ലോ. വ്യക്തിഹത്യ അതല്ലേ. കൊടുക്കട്ടെ, പുള്ളച്ചേച്ചി കൊടുക്കട്ടെ. പുള്ളച്ചേച്ചി അതെങ്കിലും ചെയ്യണമല്ലോ, അല്ലേ പുള്ളച്ചേച്ചിക്കൊരു നാണക്കേടാണല്ലോ. മോളെ, ജസ്റ്റിൻ എന്ന് പറയുന്നൊരു പയ്യന് അവൻ്റെ കുടുംബം അവരുണ്ടല്ലോ, അവരുടെ പ്രാക്ക് മതി. തള്ളച്ചി ഡൈ ചെയ്തിങ്ങാൻ ഇറങ്ങുന്നുണ്ടല്ലോ ഘോരം ചേലയ്ക്കാൻ വേണ്ടിയിട്ട്. അതവിടെ അങ്ങ് തീരും. അവൾക്കൊരു മകളുണ്ടല്ലോ, അതുമ്മ പഠിക്കും അവൾ. ഇപ്പോഴത്തെ നീയാൻ തണലിന് താഴെ ഉണ്ടല്ലോ, ഈ അടുത്ത് എന്താവാന്ന് കാണാം നമുക്ക്. ഞാൻ വീഡിയോ അവസാനിപ്പിച്ചതായിരുന്നു. അപ്പോൾ ആ ലസിത ചേച്ചീൻ്റെ ഒരു വോയിസ് അതും കൂടി കേട്ടേക്കാം. ഞാൻ വിളിച്ചു നോക്കണ്ടിട്ടല്ല ഞാൻ നമ്പർ വാങ്ങിയത്, എനക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിയോടെ ഒന്ന് നിങ്ങൾ കാണുക, തംബ്ലൈനോടെ ഒന്ന് കാണിച്ചു തരാവേ. ഇപ്പം ഇവളുടെയൊക്കെ ഉദ്ദേശം എന്താണ്, ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും. ഏത് BJP അങ്ങനെ നോക്കിയിട്ട് വായിക്കുന്നത് കാരനാണ് വിളിച്ചത് എന്ന് ധൈര്യമുണ്ടെങ്കിൽ നമ്പർ ഇട്ട് പറയുന്നത് ഒരു കാര്യമുണ്ട്. പരസ്യം ഒന്ന് കഴിഞ്ഞാലിട്ട് അമ്മയ്ക്ക് 10 ഉറുപ്പിക ഇട്ടേ കിട്ടട്ടെ.
ഉം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഞാൻ പറയാൻ വന്നത് ജസ്ന സലീമിന്റെ പ്രതികരിക്കും. ഞാനായാലും ശ്രീലേച്ചി ആയിക്കോട്ടെ, ഹരിത ആയിക്കോട്ടെ, എല്ലാവരും വരാൻ തയ്യാറാ. നീ ധൈര്യമായിട്ട് സത്യസന്ധമായിട്ട് നീ ഇപ്പൊ എന്നോട് പറയാന്ന്, നീ കേസ് കൊടുക്ക്. അതല്ലേ വേണ്ടത്. എന്താ ഇത്ര 18ഓളം ആരോപണങ്ങൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് ഹണി ട്രാപ്പുകാർ. നീ ധൈര്യമായിട്ട് കേസ് കൊടുക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായല്ലോ? ഈ പറഞ്ഞപ്പോൾ എനിക്ക് ചേച്ചിനോടൊരു കാര്യം പറയട്ടെ. ഈ 18ഓളം ആൾക്കാരുടെ വീട്ടിൽ പീഡന കേസ് കൊടുത്തതിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എൻ്റെ ഈ നമ്പർ ചേച്ചീൻ്റെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? അതിൻ്റെ കോപ്പി ഒന്ന് ഇങ്ങോട്ട് അയച്ചു തരുമോ പ്ലീസ്? അല്ലാതെ ബി ജെ പി ഘടകത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാല് കേസാണോ? ബി ജെ പിക്കാര് ഒരു പക്ഷെ ഇപ്പം ബി.ജെ.പി. അല്ലേ, നീ പാർട്ടിന്ന് പുറത്തു പോട്. ഇത്രയും പേര് രാഹുൽ അങ്ങനെ മാങ്കൂട്ടം ഒരിക്കൽ പുറത്തു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. പിന്നെ സുരേഷ് ഗോപിയൊക്കെ ഇടപെട്ട് ഞാൻ കയറ്റിയത്. പാർട്ടിയിൽ ആളില്ലാത്തതുകൊണ്ട്. വേണമല്ലോ, ഉളുപ്പും മാനവും ഇല്ലാത്ത ചിലരെങ്കിലും പാർട്ടിയിൽ വേണമല്ലോ, അതുകൊണ്ട്. അപ്പൊ ലസിത പാലക്കൽ എന്ന് പറഞ്ഞ വ്യക്തി ആരുമല്ല. ആരുമല്ല. നമ്മള് പാർട്ടിന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞു പാർട്ടിന്ന് പോട്, ഞാൻ പോവും. പക്ഷെ എന്നാലും ഞാൻ പറയേണ്ടത് പറയും. ഇതാണ് എന്റെ സ്റ്റാൻഡ്, എന്റെ അഭിപ്രായം ഇതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെല്ലാവരെയും സ്റ്റാൻഡ് അങ്ങനെ തന്നെയായിരിക്കും. മനസ്സിലായില്ല മോളെ? പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കാര്യം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വെച്ച് തമ്മിൽ അടുപ്പിക്കാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ആരും ജയിലിൽ പോവില്ല. പോവോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് വർഗീയത വിളമ്പുന്നത്? എല്ലാവർക്കും അറിയാം നാറുന്ന്. കുറച്ച് ആൾക്കാർ എന്നെ പറ്റി കുറ്റം പറയും, കുറച്ച് ആൾക്കാർ നിങ്ങളെ പറ്റി കുറ്റം പറയും, കുറച്ച് ആൾക്കാർ മറ്റവരെ പറ്റി കുറ്റം പറയും. ഇത് ഇവിടെ സർവ്വസാധാരണമാണ്. ഇത് എവിടെയും നടക്കുന്ന ഒരു കാഴ്ചയാണിത്. ഞാൻ പിന്നെ ഒരാളെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ എനിക്കിപ്പോ സമയം കിട്ടുന്നില്ല. ഒന്നാമത് പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയുന്നുണ്ടല്ലോ ഏതോ ഒരു RSSകാരൻ വിളിച്ചു, നീ BJPക്കാരൻ വിളിച്ചു എന്നല്ല. നീ ഒറ്റ തന്തക്ക് ജനിച്ചാണെങ്കിൽ നീ ആ ഫോൺ നമ്പർ എടുത്തിടുക. ഏത് BJPക്കാരനാണോ അല്ലെ ഏത് സംഘത്തിലെ ആൾക്കാരാണോ നിന്നെ വിളിച്ചത് എന്നുള്ളത് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഫോൺ നമ്പർ, എന്റെ നമ്പർ നിനക്കറിയാലോ, നമ്പർ എടുത്തിടുക. ഒരു ചുമതലയുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ ആരാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നും അറിയാലോ. അപ്പൊ തീർച്ചയായിട്ടും കേട്ടല്ലോ, ധൈര്യമുണ്ടെങ്കിൽ നമ്പർ ഒന്ന് എടുത്ത് അയച്ചിടാൻ പറഞ്ഞു. എന്നിട്ട് ചേച്ചി പറഞ്ഞു കേട്ടോ, ഞാൻ വിളിച്ചു നോക്കേണ്ടിട്ടല്ല ഞാൻ നമ്പർ വാങ്ങിയത്, എനക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് 2 സ്മൈലി. ഇപ്പം മനസ്സിലായേ എന്താണെന്നുള്ളത്? അമ്മായി എന്തോ ഉദ്ദേശിക്കുന്നു. എൻ്റെ കർത്താവേ തമ്പുരാനേ അറിയുള്ളൂ. നമോ വാദം.